ഹായ് ഓൾ, വെൽക്കം ടു കബോഡിൻസ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണസദ്യ, സാമ്പാറില്ലാതെ ഒരു ഓണസദ്യ ഉണ്ടോ? നമുക്ക് സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ഞാനൊരു 7 ലിറ്ററിന്റെ കുക്കറിലാണ് സാമ്പാർ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് ആദ്യം വേവിക്കാൻ വെക്കുകയാണ്. മസൂർ ദാളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ മൂങ് ദാളോ ഒക്കെ എടുക്കാട്ടോ. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, വേപ്പില 1 തണ്ട് ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരൊറ്റ വിസിൽ മതി. ഈ സമയത്ത് നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങൾക്ക് ചോയ്സ് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇത്ര കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഒരു 8-10 ഐറ്റംസ് ഉണ്ട് കഷ്ണങ്ങള്. അതിനകത്ത് തന്നെ വെണ്ടയ്ക്കയും തക്കാളി ഞാൻ സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു വലിയ നാരങ്ങ വലിപ്പത്തില് വാളൻ പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾക്കത് പ്രഷർ പോകാനായിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 2 ടേബിൾ സ്പൂൺ കായം, ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ നന്നായിട്ട് മൂപ്പിച്ച് ഒരു പാനില് മാറ്റി വെക്കണം. പൊടികളെല്ലാം നല്ല മിക്സായി കളറൊന്ന് മാറി വരുന്നതാണ് അതിന്റെ പാകം. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇത്ര സമയം കൊണ്ട് കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. കഷ്ണങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ തന്നെ നിങ്ങൾ ചേർക്കണമെന്നില്ല. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. സാമ്പാറിലിട്ടിട്ടുള്ള വെജിറ്റബിൾസിന് വളരെയധികം പോളിംഗ് ഉള്ള വീടാണ് ഞങ്ങളുടേത്. അതുകൊണ്ടാണ് ഇത്രയധികം കഷ്ണങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തെ ചോയ്സ് അനുസരിച്ച് ചെയ്യാട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം തിളച്ച വെള്ളം ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നികത്തി വെള്ളം ഒഴിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. കഷ്ണങ്ങൾക്ക് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. ഇളക്കുമ്പോൾ അടി ചേർത്ത് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വെന്ത പരിപ്പ് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. പരിപ്പെല്ലാം നന്നായി കഷ്ണങ്ങളുടെ കൂടെ ആഡ് ആവണം. അതിനുശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. ഓൾറെഡി ചൂടായിട്ടിരിക്കുന്ന കുക്കറാണ്. അതിലേക്ക് തളിച്ച വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിസിൽ വരും. അതുകൊണ്ട് തന്നെ തീ സിമ്മിലിട്ടിട്ട് 2 വിസിലാണ് കേൾപ്പിക്കേണ്ടത്. അത് കഴിയുമ്പോഴത്തേനും കഷ്ണങ്ങളെല്ലാം നല്ല പോലെ കറക്റ്റ് വേവായിട്ടിരിക്കും. ഉടഞ്ഞു പോവുകയുമില്ല. 2 വിസിൽ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുകയാണ്. കണ്ടോ, കഷ്ണങ്ങളെല്ലാം നന്നായി വേവുകയും ചെയ്തു. എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ സമയത്ത് നമ്മൾ നമ്മളുടെ തക്കാളിയും വെണ്ടയ്ക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മൂടി വെക്കുന്നില്ല. വെണ്ടയ്ക്കയും തക്കാളി നന്നായി വേവുന്നത് വരെ ഓപ്പൺ ആയി കിടന്ന് തന്നെ അതങ്ങ് തിളച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞു. എല്ലാം വെന്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. വെള്ളം പോരായ്ക തോന്നിയിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാം. എനിക്കിവിടെ വെള്ളം പോരായ്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഈ സമയത്ത് ഉപ്പെല്ലാം ഫൈനലി ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കടുക് വറുക്കാനായിട്ട് പോവുകയാണ്. അതിനായി 2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 പിടി വേപ്പില, 2 വറ്റൽമുളക്, 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം മുരിഞ്ഞു കഴിയുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കായവും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. എന്തിനാന്ന് വെച്ചാല് നമ്മുടെ സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല തിളച്ചു മറിയുന്ന സാമ്പാറിലേക്ക് നമ്മളുടെ കടുക് വറുത്തതും ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ബ്ലെൻഡ് ആകാനായിട്ട് നമ്മൾ അല്പസമയം വിടുകയാണ്. കൊതിപ്പിക്കുന്ന മണമാണ് ഈ സമയത്ത്. മണവും ഗുണവും ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം മൂടി വെച്ചേക്കാം. അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് സാമ്പാർ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.